Hi guys, welcome back to Which Report. വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സോ അതിനോടനുബന്ധിച്ച് നമ്മളൊരു സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓറ ചാപ്റ്റേഴ്സ് പറഞ്ഞിട്ട് ഒരു സീരീസ്, ടൂർണമെന്റ് ഫേവറേറ്റുകളായിട്ടുള്ള ഒരുവിധം ടീമുകളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു സീരീസ്, ഒരു വീഡിയോ സീരീസ് ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഗൈസ്, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇപ്പം നിലവിൽ കോൺട്രവേഴ്സറി ആയിരിക്കുന്ന ഇംഗ്ലണ്ട് സ്ക്വാഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ സീരീസിന്റെ ആദ്യത്തെ വീഡിയോ തന്നെ ഇംഗ്ലീഷ് ടീമിനെ, അതായത് ഇംഗ്ലണ്ട് ടീമിനെ പരിചയപ്പെടാം. ആൻഡ് ആ ഒരു സ്ക്വാഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് മെയിൻ പ്ലേയേഴ്സ്, അതായത് കീ പ്ലേയേഴ്സ്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇംഗ്ലണ്ടിന്റെ ഫസ്റ്റ് ലെവലിൽ സ്റ്റാർട്ട് പ്ലേയേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്ന കുറച്ച് പ്ലേയേഴ്സ് ഈ ഒരു വേൾഡ് കപ്പ് സ്ക്വാഡിലില്ല. നമുക്ക് ആദ്യം അത് ആരൊക്കെയാണെന്ന് നോക്കാം, അതിനുശേഷം നമുക്ക് സ്ക്വാഡ് വരാന്നുള്ളതാണ്. ഇംഗ്ലണ്ട് ടോപ്പ് 11 ഔട്ട് ഓഫ് വേൾഡ് കപ്പ്, അതായത് ഇംഗ്ലണ്ടിന്റെ ടോപ്പ് 11 പ്ലേയേഴ്സ് വേൾഡ് കപ്പ് സ്ക്വാഡിലില്ല. അതാരൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ തുടങ്ങാം. ഫിലിപ്പ് ഫോഡൻ, മാൻ സിറ്റി കീ പ്ലെയർ കൂടി ആയിട്ടുള്ള, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇംഗ്ലണ്ടിന്റെ ടോപ്പ് 11 പ്ലേയേഴ്സ്, അതായത് സ്റ്റാർട്ടിംഗ് ലെവലിൽ വന്നിട്ടുള്ള ഫിലിപ്പ് ഫോഡൻ ടീമിലില്ല. ആൻഡ് സ്ട്രൈക്കിംഗ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് കോൾ പാൽമർ, ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ് ഒക്കെ ചെൽസിക്ക് നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള കോൾ പാൽമർ, അതായത് ഒരു അഡാപ്റ്റീവ് പ്ലെയർ ആണ്. ഏത് നിമിഷമാണ് ബോസ് എന്തൊക്കെ ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. അൺപ്രഡിക്റ്റബിൾ പ്ലെയർ ആണ്. കോൾ പാൽമർ ഔട്ടാണ്. ആൻഡ് റൈറ്റ് സൈഡിലേക്ക് വരുമ്പം ബോവൻ ഇല്ല. അതേപോലെ തന്നെ മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് സ്കോട്ട് ഇല്ല. അതേപോലെ തന്നെ ഗിബ്സ് വൈറ്റ്, നോട്ടിംഗ്ഹാമിലെ പ്ലെയർ. അതേപോലെ തന്നെ വാട്സൺ ടീമിലില്ല. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ പറഞ്ഞാൽ ഡിഫൻസീവ്. ഇനി നമുക്ക് ഡിഫൻസിലേക്ക് നോക്കാം. ഡിഫൻസിലേക്ക് നോക്കുന്ന സമയത്ത് ലൂക്ക് ഷോ, ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള ലൂക്ക് ഷോ ഔട്ടാണ്. അതേപോലെ തന്നെ ചെൽസി പ്ലെയർ കൂടെ ആയിട്ടുള്ള കോൾവിൽ ഔട്ടാണ്. റൈറ്റ് ബാക്ക് ആയിട്ടുള്ള അലക്സാണ്ടർ അർണോൾഡ്, ഇപ്പോഴത്തെ റയൽ മാഡ്രിഡ് പ്ലെയർ കൂടെ ആയിട്ടുള്ള ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡ്. ഇതൊക്കെ എന്താ പറ്റിയെന്നുള്ള മനസ്സിലാവുന്നില്ല. അലക്സാണ്ടർ അർണോൾഡ് ടീമിലില്ല. ആൻഡ് ഫൈനലി, ഇതാണ് ഏറ്റവും കൂടുതൽ ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിട്ട് തോന്നിയ കാര്യം. ലൂക്ക് ഷോ ഇപ്പം ലാസ്റ്റത്തെ മാൻ യുണൈറ്റഡിന്റെ കളിയിൽ ഗോൾ അടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും ലൂക്ക് ഷോ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അത്ര വലിയ ഫോമിലൊന്നും അല്ല എന്നൊക്കെ പറയും. പക്ഷെ ഇത് വളരെ 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 ഞാൻ ഉറപ്പ് പറഞ്ഞാൽ തുഷേൽ യു വിൽ പേ ഫോർ ദിസ് എന്നുള്ളതാണ്. കാരണം ഹാരി മെഗ്വയർ, മാൻ യുണൈറ്റഡിന്റെ മുൻ ക്യാപ്റ്റനൊക്കെ ഉണ്ടായിരുന്ന ഹാരി മെഗ്വയർ ടീമിലില്ല. സെന്റർ ബാക്ക് പൊസിഷൻ ആണ്, നല്ലൊരു സെന്റർ ബാക്ക് ആണ്. ഇംഗ്ലണ്ടിന്റെ മുൻ ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഏറ്റവും ബെസ്റ്റ് പ്ലേയേഴ്സിലോടാണ്. കാരണം അഡാപ്റ്റീവ്, നേരത്തെ നമ്മൾ പാൽമറിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ അഡാപ്റ്റീവ് ആണ് പുള്ളി. ഹാരി മെഗ്വയർ എന്തുകൊണ്ട് ടീമില്ല എന്നുള്ളത് അതൊരു ഷോക്കിംഗ് തന്നെയാണ് കേട്ടോ. കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് മുമ്പ് ഈ ഒരു സീസണിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷെ തുഷേൽ എന്താ കണ്ടെന്ന് എനിക്കറിയില്ല. ഹാരി മെഗ്വയർ ടീമിലില്ല. ആൻഡ് പോപ്പ് ഉണ്ടെങ്കിൽ പോലും അത് അവിടെ പിക്ഫോർഡ് ഉള്ളത് കൊണ്ട് തന്നെ അതൊരു ബാക്കപ്പ് ആയിരിക്കും ഗോൾ കീപ്പർ. അപ്പൊ അത് പ്രശ്നമില്ല. പക്ഷെ ഈ ഒരു ഡിഫൻസ്, എനിക്ക് തോന്നുന്നു ഡിഫൻസിന്റെ കാര്യത്തിലാണ് കുറച്ച് അധികം പ്രശ്നം. അതേപോലെ തന്നെ ഈ ഒരു ഔട്ട് ഓഫ് വേൾഡ് കപ്പ് ഈ ഒരു ലിസ്റ്റിൽ അറ്റാക്കിങ്ങും അതേപോലെ തന്നെ ഡിഫൻസിലും ഭയങ്കരമായിട്ടുള്ള, അതായത് കോൾ പാൽമറിനെ പോലത്തെ പ്ലെയർ, ഫോഡന്, അതേപോലെ തന്നെ ഡിഫൻസിലേക്ക് വരുമ്പം ലൂക്ക് ഷോ, ട്രെന്റ്, മെഗ്വയർ, ഭയങ്കരമായിട്ടുള്ള ഒരു ഭയങ്കര ഒരു സംഭവം തന്നെ കേട്ടോ അത്. കാരണം തുഷേൽ എന്താണ് കണ്ടെന്നുള്ള നമുക്കായിരിക്കും അറിയില്ല. പക്ഷെ അത് ഭയങ്കര മിസ്സിംഗ് ആണ്. ഫൈനലി ഞാൻ ഹാരി മെഗ്വയറിന്റെ കാര്യം ഉറപ്പിച്ചു പറയാം. ഈ ഒരു കാര്യത്തിൽ ശരിയായിട്ടുള്ള വില അത് തുഷേൽ കൊടുക്കേണ്ടി വരും എന്നുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. ആൻഡ് ഇനി നമുക്ക് സ്ക്വാഡിലേക്ക് നോക്കാം. ഇംഗ്ലണ്ടിന്റെ ഈ ഒരു 2026 വേൾഡ് കപ്പിന്റെ സ്ക്വാഡിലേക്ക് നോക്കാം. ഗോൾ കീപ്പർ ആയിട്ട് ജോർഡാൻ പിക്ഫോർഡ്. അത് കൺസിസ്റ്റന്റ് ആണ്, അക്കാര്യത്തിൽ യാതൊരു മാറ്റവും വരാല്ല. പിക്ഫോർഡ്. പിന്നെ ഡീൻ ഹെൻഡേഴ്സൺ ഉണ്ട്, ജെയിംസ് സ്റ്റാഫോർഡ് ഉണ്ട്. അത് ബാക്കപ്പ് എന്തായാലും ഗോൾ കീപ്പേഴ്സ് അല്ലേ. ഡിഫൻഡേഴ്സിലേക്ക് വരുമ്പോൾ ഞാൻ മെയിൻ ആയിട്ടുള്ള കുറച്ച് പേരുകൾ മാത്രം വായിച്ചുതരാം. റസി ജെയിംസ്, ചെൽസി ക്യാപ്റ്റന്റെ കാര്യത്തിൽ റസി ജെയിംസ് ഉണ്ട്, ടിനോ ഉണ്ട്, റെയ്ലി ഉണ്ട്, സ്പെൻസ് ഉണ്ട്, കൊൻസ, ഗേഹി, ജോൺ സ്റ്റോൺസ് ഉണ്ട്, ജാരൽ കോൻഷ, ഡാൻ ബേൺ. അവിടെ ശരിക്കും മഗ്വറിനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മഗ്വറിനെ ശരിയായുള്ള രീതിയിൽ മിസ് ചെയ്യുന്നുണ്ടെന്നാണ്. അതേപോലെ തന്നെ കെയിൽ വാക്കറിനൊക്കെ സാധനം കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ കെയിൽ വാക്കറിനെ മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഡെക്ലാൻ റൈസ്, എലിയറ്റ് ഉണ്ട്, ജോർദാൻ ഹെൻഡേഴ്സൺ, കോബെ മൈനു. നോട്ട് ദിസ് ഫക്കിംഗ് നെയിം. കാരണം കോബെ മൈനു എന്ന് പറഞ്ഞ പ്ലെയറിന്റെ ഒരു പെർഫോമൻസ്, ഒരു പീക്ക് പെർഫോമൻസ് നമുക്ക് ഈ വേൾഡ് കപ്പ് ചിലപ്പോൾ കാണാൻ പറ്റുന്നതാണ്. കാരണം യുണൈറ്റഡിൽ അസാധ്യമായിട്ടുള്ള സാധനങ്ങൾ ചെക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ക്വാഡിൽ ബോസ് ഇടം നേടിയിട്ടുള്ളത്. കോബെ മൈനു ആൻഡ് ജൂഡ് ബെല്ലിംഗ്ഹാം ആസ് യൂഷ്വൽ.
നമ്മൾ വിചാരിച്ച് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ ബെല്ലിംഗാം ഉണ്ടാവുന്നത്. ആൻഡ് മോർഗൻ റോഗേസ് ഉണ്ടാവും, കാരണം റോഗേസും നല്ല പണിയെടുത്തിട്ടാണ് ആ സ്കോഡിൽ കയറിയിട്ടുള്ളത്. മുമ്പ് റാഷ്ഫോർഡിന്റെ ഒക്കെ കൂടെ ആസ്റ്റൺ വില്ലയിൽ നല്ല പണിയെടുത്തിട്ടുണ്ട് ചെക്കൻ. ആൻഡ് അക്കാര്യത്തിൽ ഇതാ നമ്മളൊക്കെ കാസിയോ ടീമാണ്, ഞാനും എസിയൊക്കെ. ഭയങ്കര സന്തോഷം. അതേപോലെ തന്നെ ഇനി അറ്റാക്കേഴ്സിലേക്ക് പോകുന്ന സമയത്ത് മിഡ്ഫീൽഡിൽ ഞാൻ പറയാൻ വിട്ട ഒരു പേരുണ്ട് കേട്ടോ. ഈ ഒരു സ്കോഡിൽ ബോസില്ല, മറ്റേ സിദ്ദീഖ് മറ്റേ പറഞ്ഞ പടത്തിലൊക്കെ പറയുന്ന മാതിരി വെടിക്കനായിരുന്നു, പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു. നമ്മളെ ജാക്ക് ഗ്രീലിഷ് ഭയങ്കര മിസ്സിംഗ് ആണ്. ഇംഗ്ലണ്ട് ജേഴ്സിയിൽ ജാക്ക് ഗ്രീലിഷിനെ മിസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ, ഫാൻസിനെ മിസ് ചെയ്യുന്ന കാര്യത്തിൽ, അതായത് ഇംഗ്ലീഷ് ഫാൻസിനൊക്കെ പ്രത്യേകിച്ച്. കേരളത്തിൽ എത്രത്തോളം ഫാൻ ബേസ് ഗ്രീലിഷ് ഉണ്ടെങ്കിൽ അറിയില്ല, പക്ഷെ ഇംഗ്ലീഷ് ഫാൻസിന് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ആൻഡ് അറ്റാക്കിങ്ങിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് സാക്ക കൺഫേം ആണ്. സാക്ക പെർഫോമൻസ് വൈസ് അത് ഡിസേർവിംഗ് ആണ് സ്കോഡിൽ ഉണ്ടാവുന്നുള്ളത്. നോനി മാൻഡ്യൂക്കും ഡിസേർവിംഗ് ആണ്. റാഷ്ഫോർഡ് ഇല്ലെങ്കിൽ എന്ത് സ്കോഡ് സത്യം. ബാഴ്സലോണയിലെത്തി ചെക്കൻ കഴിഞ്ഞ സീസണിൽ ആസ്റ്റൺ വില്ലയിൽ ഹൈ പെർഫോമൻസ് കാണിച്ച് ആൻഡ് ബാഴ്സലോണ സൈൻ ചെയ്തു, ഇപ്പോൾ പെർമനന്റ് ആക്കി തോന്നുന്നു. യെസ്, റാഷ്ഫോർഡ് ഡിസേർവിംഗ് ആണ്. പിന്നെ ആന്റോണി ഗോർഡോൺ, ഇവാൻ ടോണി, ഒലി വാറ്റ്കിൻസും ഡിസേർവിംഗ് ആട്ടോ. വാറ്റ്കിൻസ് ഒക്കെ നല്ല പണി എടുത്തിട്ടുണ്ട്. ആൻഡ് ഹാരി കെയ്ൻ, ഫൈനലി ദ ക്യാപ്റ്റൻ ഹാരി കെയ്ൻ, തോമസ് തുഷേലിന്റെ ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ട് ആരാണ്? ഹാരി കെയ്നും ഉണ്ട്. ഹാരി കെയ്ൻ എന്ന് പറഞ്ഞ ഗോൾ മെഷീൻ, ഒരു പ്രോപ്പർ സ്ട്രൈക്കറാണ് ഹാരി കെയ്ൻ. ഹാരിക്കനെ പോലത്തെ ഒരു സ്ട്രൈക്കറാണ് ശരിക്കും റയലിന് ആവശ്യപ്പം. ഓക്കെ, എന്തെന്നായാലും ഇതാണ് ഫൈനൽ സ്കോഡ്, ഇംഗ്ലണ്ടിന്റെ 2026 വേൾഡ് കപ്പിനുള്ള ഫൈനൽ സ്കോഡ്. പക്ഷെ ഞാൻ പറയാലോ, ഇതിൽ കുറെ ബിഗ് നെയിംസ് മിസ്സിംഗ് ആണ്. പാൽമറിനെ പോലെ, അല്ലെങ്കിൽ ഫോർഡിനെ പോലെ, അല്ലെങ്കിൽ മെഗ്വറിനെ പോലെ ഒക്കെയുള്ള കുറെ പേരുകൾ മിസ്സിംഗ് ആണ്. ഞാൻ കഴിഞ്ഞ കുറെ വേൾഡ് കപ്പ് കണ്ടിട്ടുള്ള കുറെ പ്ലേയേഴ്സ്. ശരിക്കും ഞാനൊരു ഇംഗ്ലണ്ട് ആരാധകനെങ്കിൽ പോലും ഞാൻ ഭയങ്കരമായിട്ടുള്ള ഒരു ജാക്ക് ഗ്രീലിഷ് ആരാധകനാണ്. ഗ്രീലിഷ് ഇല്ല, കെയ്ൽ വാക്കർ ഇല്ല. കെയ്ൽ വാക്കർ ഓൾമോസ്റ്റ് ടൈം ആയിട്ടുണ്ട്, എന്നാൽ പോലും കെയ്ൽ വാക്കർ ഇല്ല. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഡിഫൻസീവ് സൈഡിൽ എനിക്ക് തോന്നുന്നു കുറച്ച് എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സിന്റെ ഒരു അപാകത ഇപ്പോൾ ചെറിയ രീതിയിൽ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഹാരി മെഗ്വറിനെ പോലെ, അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ ട്രെൻഡ് അലക്സാണ്ടറിനോട് നമുക്ക് ഒരിക്കലും റൈറ്റ് ബാക്കിൽ ഒരു റൈറ്റ് RM ലെവലിലേക്കൊക്കെ കാണാൻ പറ്റും. കാരണം ഇറങ്ങി ചെന്നിട്ട് ക്രോസ് ചെയ്ത ഏറ്റവും മനോഹരമായിട്ടുള്ള ഗോളുകൾക്കുള്ള വഴിയൊരുക്കാൻ പറ്റിയിട്ടുള്ള പ്ലെയറാണ് ട്രെൻഡിന്റെ ഒരു മിസ്സിങ്, അത് കുറച്ച് വിഷയമാണ്. പിന്നെ കോൾവിൽ ചെൽസിന്റെ പ്ലെയർ അത്യാവശ്യം നല്ലൊരു സെന്റർ ബാക്ക് ആണ്. അതും അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയർ ആണ്. പക്ഷെ എനിക്ക് ഇതാണ് കൂടുതലായിട്ട് ഞാൻ വിഷമിപ്പിച്ചൊരു കാര്യം, ഹാരി മെഗ്വർ ടീമിൽ അത് ഭയങ്കര പ്രശ്നമാണ്. അതേപോലെ തന്നെ കോൾ പാൽമറിന്റെ കാര്യം, അതും ഭയങ്കര നിരാശപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. അതേപോലെ തന്നെ അത് ഒരുപക്ഷെ ചെൽസിന്റെ ഈ ഒരു സീസണിലെ പെർഫോമൻസ് കൊണ്ട് എന്താണെന്നുള്ളത്, പക്ഷെ അത് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. ഫിലിപ്പ് ഫോർഡൻ. അപ്പൊ ഇതാണ് ഈ ഒരു ടീമാണ് 2026 വേൾഡ് കപ്പിന് ഇംഗ്ലണ്ടിനെ റെപ്രസെന്റ് ചെയ്തിട്ട് അമേരിക്കയിലേക്ക് പോകാൻ പോകുന്ന ടീം. സോ ഗൈസ്, എന്ത് തന്നെ ആയാലും നമുക്ക് കാത്തിരിക്കാം ഇംഗ്ലണ്ടിന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്. നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലേയേഴ്സ് ഒരുപക്ഷെ ടീമില്ലായിരിക്കാം, പലതും മാറിയിട്ടുണ്ടാകാം, പക്ഷെ നമുക്ക് കാത്തിരിക്കാം. അതായത് ഇംഗ്ലീഷ് ആരാധകർക്ക് കാത്തിരിക്കാം. ഇറ്റ്സ് കമ്മിങ് ഹോം എന്നുള്ളതാണ് ഓരോ ഇംഗ്ലീഷ് ആരാധകന്റെയും ആഗ്രഹം. അതിക്കുറി സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം, അതിനുവേണ്ടി കാത്തിരിക്കാം എന്നുള്ളതാണ്. Number one. Number one.